പറയാറുണ്ട്. എന്നാൽ ചില സമയം നാം പ്രതീക്ഷിക്കുന്നത് പോലുള്ള വിടുതലുകൾ ലഭിക്കാതെ വരുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ, നാം പ്രാർത്ഥിക്കുന്നത് ദൈവം കേൾക്കാത്തത് കൊണ്ടാണ്, നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൽ എത്തുന്നില്ലയോ എന്ന് ചിന്തിക്കാറുണ്ട്. എന്നാൽ നാം പ്രതീക്ഷിക്കുന്നത് പോലുള്ള വിടുതലുകൾ ലഭിച്ചില്ലെങ്കിലും നമ്മെ ജീവനോടെ പാലിക്കുന്നത്, നാം ഒടിഞ്ഞു പോകാതെ ജീവനോടെ നിലനിർത്തുന്നത് കർത്താവിന്റെ ദയ ഒന്നുകൊണ്ട് മാത്രമാണ്. ദൈവത്തിന്റെ ദയയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സങ്കീർത്തനങ്ങൾ 57:10 പറയുന്നത് ആകാശത്തോളം വലിയതാകുന്നു. അതുപോലെ തന്നെ സങ്കീർത്തനങ്ങൾ 63:3 ദൈവത്തിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു, ഇതിന്റെ ദയ ജീവനേക്കാൾ നല്ലതായിരിക്കും. അതുപോലെ തന്നെ 36:5 പറയുന്നത് യഹോവേ നിന്റെ ദയ ആകാശത്തോളം എത്തുന്നു. അപ്പൊ ദൈവത്തിന്റെ ദയ ആകാശത്തോളം എത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ നാം ഒഴിഞ്ഞു പോകാതിരിക്കുന്നത് ആകാശത്തോളം എത്തുന്ന, ആകാശത്തോളം ഉയർന്നിരിക്കുന്നു ദൈവത്തിന്റെ ദയ കൊണ്ടാണ്. അതുപോലെ തന്നെ വിലാപങ്ങൾ 3:23 പറയുന്നു ദൈവത്തിന്റെ ദയ രാവിലെ തോറും പുതിയതാകുന്നു. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും പ്രതികൂലങ്ങൾ ഏറി വരുമ്പോൾ ദൈവത്തിന്റെ ദയയും അതുപോലെ തന്നെ നമുക്ക് പുതുക്കി വരികയാണ്. ഓരോ ദിവസം ഓരോ പ്രഭാതത്തിനും ദൈവത്തിന്റെ ദയ അത് പുതുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്തതായി പറയുന്നത് ദൈവത്തിന്റെ കരുണ കൊണ്ടാണ് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത്. ദയ എന്നതിന്റെ പര്യായ പദമാണ് കരുണ എന്ന് പറയുന്നത്. ദൈവം മനുഷ്യനോട് കാണിക്കുന്ന കരുണ ദൈവത്തിന്റെ ദയയാണ്. നാം ദൈവത്തിന്റെ ദയ പ്രാപിക്കും, കരുണ പ്രാപിക്കാൻ ഒട്ടും യോഗ്യതയുള്ളവരല്ല. എന്നാൽ ദൈവം നമ്മോട് ദയ കാണിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കരുണയോടെ നിൽക്കുവാൻ കഴിയുന്നത്. സങ്കീർത്തനങ്ങൾ 103:13 വാക്യത്തിൽ പറയുന്നു അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഒരു പിതാവ് എപ്രകാരമാണോ തന്റെ മക്കളോട് കരുണ കാണിക്കുന്നത് അതുപോലെയാണ് സ്വസ്ഥനായ ദൈവം നമ്മോട് ഓരോരുത്തരും കരുണ കാണിക്കുന്നത്. വിലാപങ്ങൾ 3:32 പറയുന്നു അവൻ ദുഃഖിപ്പിച്ചാലും തന്റെ മഹാദയക്കൊത്തവണ്ണം അവൻ കരുണ തോന്നും. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂല പ്രതിസന്ധികൾ ഏറി വന്നാലും നാം തകർന്നു പോകുമെന്ന് വിചാരിച്ചാലും ദൈവം നമ്മെ ദുഃഖിപ്പിക്കുന്നു എന്ന് നമുക്ക് തോന്നിയാലും ദൈവത്തിന്റെ മഹാദയക്കൊത്തമാണ് നമ്മോട് കരുണ കാണിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന കഷ്ടതകളിൽ തകർന്നു പോകാതെ വീണു പോകാതെ ദൈവത്തിൽ നിൽക്കുവാൻ തക്കണം ദൈവം നമ്മോട് കരുണ കാണിച്ച് നാം വീഴുന്നതിന് മുമ്പേ നമ്മെ താങ്ങി നിലനിർത്തുന്ന നല്ല ദൈവമാണ് നമ്മോട് കൂടെ ഉള്ളത്. അതുപോലെ തീത്തോസ് 3:4-5 വാക്യങ്ങൾ പറയുന്നു നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല തന്റെ കരുണ പ്രകാരം മാത്രമേ രക്ഷിച്ചത്. നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ കഴിഞ്ഞ നാളുകൾ നാം ഒന്ന് പുറകോട്ട് നോക്കി കഴിഞ്ഞാൽ നാം ആരും ഇവിടെ വന്നിരിക്കാൻ ഒരു യോഗ്യതയുള്ളവരല്ല. എന്നാൽ കർത്താവിന്റെ വലിയ കരുണ നിമിത്തമാണ് നാം ഓരോരുത്തരും ജീവനോടെ ദിവസത്തിലായിരിക്കുന്നത്. പകൽക്കാലം ഇവിടെ കടന്നു വന്നിരിക്കുവാൻ തക്കോണം കർത്താവ് സഹായിച്ചത് കർത്താവിന്റെ വലിയ കരുണയാണ്. അപ്പൊ നമ്മുടെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ നാം ഒടിഞ്ഞു പോകാതിരിക്കുന്നു. ഒന്നാമതായി ദൈവത്തിന്റെ ദയയാകുന്നു, അതുപോലെ തന്നെ ദൈവത്തിന്റെ കരുണയാകുന്നു. അടുത്തതായി പറയുന്നത് ദൈവത്തിന്റെ വിശ്വസ്തത വലിയതായിരിക്കുന്നു. ദൈവത്തിന്റെ വിശ്വസ്തത വലിയതായതുകൊണ്ടാണ് നാം പലപ്പോഴും അവിശ്വസ്തരായി തീർന്നിട്ടും നമ്മെ ഭൂമിയിൽ ജീവനോടെ ശേഷിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ആരുടെയും കഴിവുകളോ മിടുക്കുകളോ ഒന്നുമല്ല. ദൈവസന്നിധിയിൽ നാം പലപ്പോഴും അവിശ്വസ്തരായി തീർന്നതിന് കർത്താവ് വിശ്വസ്തനായി നമ്മോട് കൂടെയുണ്ട്. സങ്കീർത്തനങ്ങൾ 36:5 അതുപോലെ 108:4 പറയുന്നത് ദൈവത്തിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. നാം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് വലുതാണ്, എന്നാൽ ദൈവത്തിന്റെ വിശ്വസ്തത അതിനേക്കാളൊക്കെ വളരെ വലുതാണ്. ദൈവത്തിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നതാണ്, അതുപോലെ തന്നെ ആകാശത്തോളം എത്തുന്നതാണ്. ദൈവത്തിന്റെ വിശ്വസ്തത മേഘങ്ങളോളം വലിയതാണ്. അപ്പൊ ദൈവത്തിന്റെ ആ വിശ്വസ്ത നിമിത്തമാണ് നാം എന്നും ജീവനോടെ ഭൂമിയിലായിരിക്കുന്നത്. ദൈവത്തിന്റെ വിശ്വസ്തത നമുക്ക് പരിചയം പലകയുമാകുന്ന സങ്കീർത്തനങ്ങൾ 91:4 കാണാൻ കഴിയും. അതുപോലെ സങ്കീർത്തനങ്ങൾ 100 പറയുന്നത് ദൈവത്തിന്റെ വിശ്വസ്തത തലമുറയായിരിക്കുന്നു. ദൈവത്തിന്റെ ആ വലിയ വിശ്വസ്തത കൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്നും നിലനിൽക്കുവാൻ കഴിയുന്നത്. റോമർ 3:3 പറയുന്നത് ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരും. നാം എന്ത് ചെയ്താലും നാം അവിശ്വസ്തരായാലും ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുന്നില്ല. ദൈവം വിശ്വസ്തനായി നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മെ താങ്ങുന്ന നല്ല ദൈവമായി നമ്മുടെ ജീവിതങ്ങൾ എപ്പോഴും കൂടെയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം കഴിഞ്ഞ ആളുകൾ ഈ വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നുവെങ്കിലും ജീവനോടെ ഇരിക്കുമോ എന്ന് പോലും തോന്നുന്ന നിലവാരത്തിലുള്ള വളരെയധികം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതങ്ങൾ കടന്നു വന്നുവെങ്കിലും വീഴാതെ വണ്ണം താഴാതെ വണ്ണം നമ്മെ എത്രത്തോളം നടത്തിയ നമ്മുടെ ദൈവത്തിന്റെ വലിയ ദയക്കായി, ദൈവത്തിന്റെ വലിയ കരുണയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നമുക്ക് ഇനിയും ദിവസത്തിൽ നന്ദിയോടെ ആയിരിക്കാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. തുടർന്ന്